ശബരിമല കൊള്ള വിവാദങ്ങൾ വളരെ വലിയ ട്വിസ്റ്റ് കംപ്ലീറ്റ് ട്വിസ്റ്റാണ്. ഇപ്പോഴിതാ പുതിയൊരാളെ കൂടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിനാണെങ്കിൽ ഇറിഡിയം ബിസിനസ് ഉണ്ട്, അതിൽ കേസ് ഉള്ള ആളാണ്. ഇറിഡിയം ബിസിനസ് എന്നൊക്കെ പറയുന്നത്, ഇറിഡിയം എന്ന് പറയുന്നത് സ്വർണത്തേക്കാൾ അപൂർവമായ ഒരു ലോഹമാണ്. അത് പല ക്ഷേത്രങ്ങളിലും ഉണ്ട്, ക്ഷേത്രങ്ങളിലേ ഉള്ളൂ, വളരെ പ്രമുഖമായ ക്ഷേത്രങ്ങളിലാണ് ഇറിഡിയം ഉള്ളത്. അത് വിഗ്രഹവുമായി ബന്ധപ്പെടുത്തിയും അതുപോലെ തന്നെ കൊടിമര, അങ്ങനെ പല സാധനങ്ങളുമായി ബന്ധപ്പെടുത്തി ഇറിഡിയം ഉണ്ട്. ആ ലോഹം കൂടി പോയി. ഇത് വിജയമല്യയ്ക്ക് ഇറിഡിയത്തിന് വേണ്ടി ശബരിമല ഇരിക്കുന്ന ഇറിഡിയം കിട്ടാൻ വേണ്ടിയിട്ടാണ് വിജയമല്യ വന്നെന്നൊക്കെ പറഞ്ഞൊരു കരക്കമ്പി ഉണ്ടായിരുന്നു. അതൊന്നും ശരിയൊന്നുമല്ല. വിജയമല്യയ്ക്ക് അല്ലാതെ ഇറിഡിയൊക്കെ വാങ്ങാൻ പറ്റുന്ന ആളാണ്. അതുകൊണ്ട് വിജയമല്യയ്ക്ക് ഇപ്പോൾ ശബരിമലയിൽ ഇറിഡിയം എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രത്നങ്ങളുമായി ബന്ധപ്പെടുത്തിയും ഇറിഡിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥകൾ വന്നിട്ടുണ്ട്, കേസുകൾ വരുന്നു. ശബരിമലയിൽ ഇറിഡിയം ഉണ്ടായിരുന്നെങ്കിൽ അത് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അപ്പോൾ പുതിയൊരാളിനെ കൂടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്നലത്തെ വേറൊരാളുണ്ട്, പിന്നെ ഒരു തമിഴ് നാട്ടിലുള്ള വേറൊരാളെ പിടിച്ചു. അദ്ദേഹം പറയുന്നു ഞാനല്ല എന്നൊക്കെ പറയുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്ത് കളയും, ഞാൻ പ്രതിയല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വെയറബൌട്ട്സ് പിന്നെ പരിശോധിച്ചപ്പോൾ ചാനലുകളും മാതൃഭൂമി പോലുള്ള പല ചാനലുകളും ഏഷ്യാനെറ്റൊക്കെ പോയി പരിശോധിച്ചിരുന്നു, വിവരങ്ങൾ എടുത്തിരുന്നു. SIT തന്നെ വിശദമായ വിവരങ്ങൾ എടുത്തിരുന്നപ്പോൾ അദ്ദേഹത്തിന് 4 ടെലിഫോണുണ്ട്, മൊബൈൽ ഫോണുണ്ട്. വേറെ 4 പേരുടെ പേരിലാണ് എടുത്തിരിക്കുന്നത്. ഒരു ബാലമുരുകൻ എന്നൊക്കെ പറയുന്ന വേറെ ഉള്ളവരുടെ പേരിലാണ് എടുത്തിരിക്കുന്നത്. ഡി മണി എന്ന പേരിൽ എടുത്തിട്ടുള്ളത്. ഡി മണി എന്ന് പറയുന്ന തന്നെ ഒരു സുബ്രഹ്മണ്യൻ മണിയെന്നോ അങ്ങനെ എന്തോ ഒരു പേരിൻ്റെ ആദ്യ അക്ഷരം ഡി സുബ്രഹ്മണ്യൻ മണി എന്നൊക്കെയാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് വളരെ ദുരൂഹമാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ. ആ ദുരൂഹമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് തെളിവെടുപ്പിന് വിളിച്ചിട്ടുണ്ട്, നോട്ടീസ് കൊടുത്ത് വിളിച്ചിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് വരാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ കാര്യങ്ങൾ തെളിയുകയാണെങ്കിൽ, കാരണം രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ള രമേശ് ചെന്നിത്തല കൊടുത്ത തെളിവിലെ വ്യവസായി പറയുന്നത് ഈ മണിയെ തന്നെയാണ് കണ്ടിട്ടുള്ളതെന്നും മണിയുമായി മറ്റ് കാര്യങ്ങളിൽ വ്യവസായ ഇടപാടുകളൊക്കെ ഉണ്ടെന്നും പറഞ്ഞിരിക്കുന്നു. കാരണം ഈ വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വർണ്ണ ബിസിനസ്സുമായും അല്ലെങ്കിൽ കള്ളക്കടത്തുമായും ആന്റിക്വിറ്റ്സുമായിട്ടൊന്നും ബന്ധമുള്ള ആളല്ല ഈ ദുബായിലെ വ്യവസായി. എങ്കിൽ പിന്നെ അദ്ദേഹം രംഗത്ത് വരത്തില്ലായിരുന്നല്ലോ. പക്ഷെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവരെല്ലാം അറിയാം, ഈ ടീമിനെ അറിയാം എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നു ഈ ഡി ഉണ്ണി, ദാവൂദ് ഉണ്ണിയെന്നോ ഡയമണ്ട് ഉണ്ണിയെന്നോ ഡാർക്ക് ഉണ്ണിയെന്നോ ദൈവം ഉണ്ണിയെന്നോ എന്തുണ്ണി ആയിക്കോട്ടെ, ആ ഉണ്ണിയെ അറിയാം, അല്ല മണിയെ, ഉണ്ണിയല്ല മണിയെ അറിയാമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും മണി വളരെ പ്രധാനപ്പെട്ട ഒരു ത്രെഡായിട്ടാണ് ഇപ്പോൾ SIT നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കടകംപള്ളി സുരേന്ദ്രനെയൊക്കെ ചോദ്യം ചെയ്യുന്നതിൽ ഒരു ചെറിയ ബ്രേക്ക് വരുന്നത്. തന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിൽ മൊഴിയെടുത്തു ഒരു പ്രാവശ്യം, എന്നാലും ഒരു ബ്രേക്ക് വരുന്നു. ജയറാമിനെ ചോദ്യം ചെയ്യുന്നതിൽ ബ്രേക്ക് വരുന്നു. ഇനി കടകംപള്ളിയിൽ എന്നാണ് എത്തുക എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രേക്കിനിടയിലാണ് നമ്മുടെ ദാവൂദ് മണിയുടെ അന്വേഷണം ദിണ്ടുകലിൽ പോയി വളരെ വിശദമായി SIT ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഇപ്പോൾ ഡിസംബർ തീരാൻ പോകുന്നു. ജനുവരി ആദ്യം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ കേസ് CBIയിലേക്ക് വിടണം എന്നുള്ള കേസ് ഹൈക്കോടതി എടുക്കുകയാണ്. CBI ആൾറെഡി CBIയോടും കേരള സർക്കാരിനോടും അഭിപ്രായം ചോദിച്ചു. കേരള സർക്കാർ എന്താ അഭിപ്രായം കൊടുത്തു എന്നറിയില്ല. പക്ഷേ CBI അഭിപ്രായം കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഈ കേസ് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടെന്ന് CBI ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ചാനൽ വരുന്നു, EDയുടെ മറ്റൊരു ചാനൽ വരുന്നു. ഇതെല്ലാം വരുമ്പോഴും ഞാൻ ആദ്യം മുതലേ എല്ലാ ചാനലുകളിലും ഞാൻ അത്യാവശ്യം ഗസ്റ്റായി പല ചാനലുകളിലും പോകുന്നതാണ്, ഡിസ്കഷനിലും കാര്യങ്ങളിലൊക്കെ യൂട്യൂബിലും ഒക്കെ. അവിടെയെല്ലാം ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഇത് സമ്പൂർണ്ണമാകണമെങ്കിൽ തീർച്ചയായിട്ടും ആര് വേണ്ടിവരും? ഇന്റർപോൾ വേണ്ടിവരും, റോ വേണ്ടിവരും. അതുകൊണ്ട് ഇന്റർപോളിൻ്റെ ഒരു ഇടപെടൽ കൂടെ കൊണ്ട് മാത്രമേ കാര്യം. 7 രാജ്യങ്ങളിലേക്കാണ് ആന്റിക്വിറ്റ്സും ഇത് പുരാവസ്തുക്കളും പോകുന്നത്. അതുകൊണ്ട് അവിടെ 7 രാജ്യങ്ങളിലാണ് ഇതിൽ ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ ആ രാജ്യങ്ങളിലേക്ക് ഇത് പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്റർപോളിൻ്റെ സഹായം വേണ്ടിവരും. മാത്രമല്ല സോണിയാഗാന്ധിയിൽ നിന്ന് മൊഴിയെടുക്കണോ വേണ്ടേ എന്നുള്ളൊരു വളരെ അതിനിർണായകമായൊരു ചോദ്യമുണ്ട്. പിണറായി വിജയൻ്റെ നിന്ന് മൊഴിയെടുക്കണോ എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. അതിന് ഹൈക്കോടതിയിൽ ആരെങ്കിലും കേസുമായിട്ടൊക്കെ വന്നാൽ സ്വാഭാവികമായിട്ട് പിണറായി ആംബുലൻസിൻ്റെ ഉദ്ഘാടനമാണെങ്കിൽ പോലും അല്ലാതെ പിണറായി വിജയന് ഈ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ടോ, ബന്ധമുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയുന്നതിന് സ്വാഭാവികമായി. കാരണം വേറൊരു കാര്യം കൂടി ഇതിന് ഒരു ത്രെഡ് വരുന്നുണ്ട്. പിണറായി വിജയൻ്റെ ശനികാലമായതുകൊണ്ട്, കണ്ടകത്തിൽ ശനി ആയതുകൊണ്ട് അഷ്ടമംഗല പൂജയും അതുപോലെ തന്നെ പരിഹാരക്രിയകളും നടന്നിരിക്കുന്നു 3 ദിവസം. ഇതൊക്കെ നടത്തുന്നതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ആളുകൾക്ക്
ശബരിമല തന്ത്രി അടക്കമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പോറ്റിമാർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? അങ്ങനെയാണോ ഈ ഒരു ബന്ധം കണക്ട് ചെയ്യപ്പെടുന്നത്, ഒരു ലിങ്ക് കണക്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൃത്യമായി അറിയാമോ? ആർക്ക്? കടകംപള്ളി സുരേന്ദ്രൻ അറിയാം, അദ്ദേഹം സമ്മതിച്ചു. പക്ഷേ മുഖ്യമന്ത്രിക്ക് അറിയാമോ? അങ്ങനെ മുഖ്യമന്ത്രിക്ക് അറിഞ്ഞത് കൂടി കൊണ്ടാണോ കടകംപള്ളി സുരേന്ദ്രൻ കത്ത് കൊടുത്തത്, ഇദ്ദേഹത്തിനെ ശബരിമലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നൊരു ചോദ്യവും വളരെ പ്രസിദ്ധമാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ SITയുടെ കയ്യിൽ ഇത് നിൽക്കില്ല. വളരെ വിശാലമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോഴും ഒരു ചോദ്യമുണ്ട്. കൂട്ടിലടച്ച തത്തയെ പോലെ കയറപ്പിലുള്ള ആളുകൾ ഇതിനകത്ത് വരുന്നത് കണ്ടുകൊണ്ട് CBI ഒതുങ്ങിയാൽ ഈ കേസ് ഷൂ ആവും. 50-ലെ തീപിടുത്തം കണ്ടുപിടിച്ചതുപോലെ ഇരിക്കും. ഒരു റിപ്പോർട്ട് വന്നങ്ങ് തീരും. അതേസമയം അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിലെയോ സുപ്രീം കോടതിയിലെയോ ജസ്റ്റിസുമാരുടെയും നേതൃത്വത്തിൽ, കോടതിയുടെ നേതൃത്വത്തിൽ CBIക്ക് വിട്ടാൽ SITക്ക് സമയം കൊടുത്തതുപോലെ ഒരു 6 മാസമോ അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു 9 മാസമോ, ആദ്യം ഒരു 6 മാസം കൊടുത്ത് പിന്നെ ഒരു 3 മാസം, അങ്ങനെ 6-7 മാസം കൊണ്ട് അല്ലെങ്കിൽ 8-9 മാസം കൊണ്ട് ഇത് കണ്ടുപിടിക്കണം, നിർബന്ധമായി കണ്ടുപിടിച്ചിരിക്കണം എന്നുള്ളൊരു ഡയറക്ഷൻ കൂടി കൊടുത്തുകൊണ്ട് കോടതിക്ക് അത് കാലാകാലങ്ങളിൽ നിശ്ചിത ഇടവേളകളിൽ റിപ്പോർട്ട് ചെയ്യണം പ്രോഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് CBIക്ക് കൊടുത്താൽ ഒരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ അയ്യപ്പൻ തന്നെ ചിന്തിക്കേണ്ടി വരും, ഇത് എന്തായാലും കർമ്മം ചെയ്യുന്ന ഈ തോന്നിയവാസങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായാലും ആർക്കായാലും അവർക്ക് അവരുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ അതിൻ്റെ ദോഷം കിട്ടുമല്ലോ. അതാണല്ലോ കർമ്മ സിദ്ധാന്തം. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ദോഷം കിട്ടും. അതാണ് എൻ്റെ തിയറി. അത് കിട്ടിക്കോട്ടെ, കിട്ടാതിരിക്കട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും. പക്ഷേ പൊതുമുതൽ കട്ടു എന്നതിൻ്റെ അല്ല, പ്രത്യേകിച്ച് ക്ഷേത്രത്തിൻ്റെ സ്വത്ത് കട്ടു എന്നുള്ളത് കൊണ്ടും ക്ഷേത്രത്തിൻ്റെ മറ്റ് സ്വത്തല്ല, അവിടെ കൊണ്ടിരുന്ന ശർക്കരയോ അല്ലെങ്കിൽ അവിലോ തേങ്ങയോ അടിച്ചുകൊണ്ട് പോയ കഥയല്ല. ഇത് വിഗ്രഹവുമായി ബന്ധപ്പെടുത്തി നിൽക്കുന്ന ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിൻ്റെ, ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വാതിൽ. അതിൻ്റെ കട്ടളപ്പടിയുടെ ഭാഗമൊക്കെ ഇളക്കിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ അത് വിഗ്രഹം എടുത്തുകൊണ്ട് പോകുന്നതിന് തുല്യമല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള വേലകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കൊടിമരം, വാജീവാഹനം, നിരവധി സാധനങ്ങളുണ്ട്. അഷ്ടപാലക വിഗ്രഹം, ദ്വാരപാലക വിഗ്രഹം, അങ്ങനെ ഒരുപാട് വസ്തുക്കളുണ്ട്. അതെല്ലാം കൂടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പഞ്ചലോഹ വിഗ്രഹങ്ങൾ, തീർച്ചയായിട്ടും അവർ ശിക്ഷ അനുഭവിച്ചേ കഴിയൂ. ജയിലിടിഞ്ഞാലും വെളി വരാത്ത രീതിയിൽ അവരകത്ത് കിടന്നേ കഴിയൂ. കൊലപാതകമൊന്നും അല്ലാത്തതുകൊണ്ട്, പിന്നെ അങ്ങനെ കൊലക്കുറ്റമൊന്നും അല്ലാത്തതുകൊണ്ട് തൂക്കിക്കൊല്ലത്തൊന്നുമില്ല. പക്ഷേ കൽപ്പാന്തകാലം ജയിലിലേക്ക് കിടക്കാനുള്ള, ബാക്കി ശിഷ്ടകാലം ജയിലിലേക്ക് പോകാനുള്ള ശിക്ഷ അനുഭവിച്ചേ കഴിയൂ. അത് ആര് കൊണ്ടുവരും എന്നുള്ളതാണ് ഇതിൽ അവസാനത്തെ ചോദ്യം. ആദ്യവും ചോദിക്കേണ്ടതായിരുന്നു, എത്ര സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ ഉന്നതന്മാർ രക്ഷപ്പെടും? ആരൊക്കെയാണ് ആ ഉന്നതന്മാർ?